بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم وبارك عليه. മരണമാസന്നമായവൻ്റെ അരികിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ചിലതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അതൊന്നും കൂടി കൃത്യമാക്കുകയാണ്. കിബിലയിലേക്ക് തിരിച്ച് വലതു ഭാഗത്തിൻ്റെ മേലിൽ ചെരിച്ച് കിടത്തേണ്ടതാണ്. കിബിലയിലേക്ക് തിരിച്ച് വലതു ഭാഗത്തിൻ്റെ മേലിൽ ചെരിച്ച് കിടത്തുക. അപ്പോൾ വലതു ഭാഗത്തിൻ്റെ മേലിൽ ചെരിച്ച് കിടത്തുമ്പോൾ തല വടക്കോട്ടായി വരും. ചിലപ്പോൾ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ രോഗം കാരണമായിട്ടോ മറ്റോ സാധിച്ചിട്ടില്ലെങ്കിൽ മലർത്തി കിടത്തുക. അപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് തലയാക്കി മലർത്തി കിടത്തുക. കാല് പടിഞ്ഞാറ് ഭാഗത്തേക്കും കിബിലയിലേക്കും. എന്നിട്ട് ഒരു തലയിണ തലയുടെ താഴെ വെക്കുക. അപ്പോൾ മുഖം കിബിലയിലേക്ക് തിരിഞ്ഞോളൂ. തലയിണ വെച്ചിട്ടില്ലെങ്കിൽ നേരെ ആകാശത്തേക്കാണ് മുഖം തിരിയുക. തലയിണ വെക്കുമ്പോൾ മുഖം ഒരു കിബിലിൻ്റെ ഭാഗത്തേക്ക് തിരിയും. അതുപോലെ കാൽപാദത്തിൻ്റെ കാൽപാദത്തിൻ്റെ വെള്ള ഭാഗം കിബിലയിലേക്ക് തിരിക്കാം. ഇങ്ങനെ ചരിച്ച് കിടത്താൻ കഴിയില്ലെങ്കിൽ മലർത്തി ഇങ്ങനെ കിടത്താവുന്നതാണ്. കീർത്തിക്കാതെയാണ് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടത്. ചൊല്ല് എന്ന് പറയരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അവൻ എപ്പോഴും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് നാം പറഞ്ഞിരുന്നു. മരണപ്പെടുന്ന ആളുകളുടെ അരികിൽ യാസീൻ സൂറത്ത് ഓതൽ സുന്നത്താണ്. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരണപ്പെടുന്നവരുടെ അരികിൽ യാസീൻ സൂറത്ത് ഓതണം. അതുപോലെ സൂറത്തുർ റഅദ്, അത് എല്ലാവരും പഠിച്ചു വെക്കുക. റഅദ് സൂറത്ത് ഓതൽ സുന്നത്താണ്. ആത്മാവ് പുറപ്പെടാൻ എളുപ്പമാകും എന്ന് പറഞ്ഞാൽ വേദനയെ തൊട്ട് സുഖമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസിൽ കാണുന്നുണ്ട്. അതുപോലെ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. പണ്ഡിതന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഇസന്നു തജ്രീഉ ബിമാഇൽ ബാരിദി. അവൻക്ക് മുറുക്കായി അല്പം വെള്ളം കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക. കാരണം റൂഹിനെ പിടിക്കുന്ന ആ ഘട്ടത്തിൽ ശക്തമായ ദാഹമുണ്ടാകും. ഈ സമയത്ത് പിശാച് വന്നുകൊണ്ട് അവനെ ദാഹം മൗത്തതിൽ കൂട്ടിയിടും. ഇബിലീസ് കൂസിനെ കാട്ടിയിടും. ഇബിലീസ് കൂസുമായി വരും, കോപ്പയുമായി വരും. മരണസമയത്തുള്ള ദാഹം വരുന്ന സമയത്ത്, ആ സമയത്ത് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. അത് മുറുക്കായി നൽകേണ്ടതാണ്. ഇബ്ലീസ് വന്നിട്ട് ഞാനല്ലാതെ ദൈവമില്ല, ഞാനാണ് പഠിച്ചവനെന്ന് പറഞ്ഞാൽ ഈ വെള്ളം തരാമെന്ന് പറയും. പക്ഷേ ഈമാനുള്ളവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, നീ ദൈവമൊന്നല്ല, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഹൈലുകാരിയും അതുപോലെയുള്ളവരൊക്കെ മാറി നിൽക്കുന്നതാണ് നല്ലത്. കറാഹത്താണ് മരണം ഹാജറാകുന്ന അവൻ്റെ അരികിൽ ഹൈലുകാരി, ജനാപത്തുകാരൻ, അതുപോലെ നായ, അതുപോലെ കട്ടൗട്ടുകൾ, ഫോട്ടോകൾ എല്ലാം അവൻ്റെ അടുത്ത് ഉണ്ടാകൽ. അവൻ താമസിക്കുന്ന വീട്ടിലും റൂമിലൊക്കെ ചുമരമൽ പതിച്ച ഫോട്ടോകളോ ഹറാമായ സൂറത്തുകൾ, രൂപങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ വലാ ജുനുബുൻ. നായയോ ഫോട്ടോകളോ ജനാപത്തുകാരനോ ഉള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ കടക്കുകയില്ല. ഇതുപോലെയാണ് കുളി നിർബന്ധമുള്ള ആരും തന്നെ, നിർബന്ധമായി കുളിക്കേണ്ട ആരും തന്നെ മയ്യത്തിൻ്റെ അരികിൽ നിന്നും മാറി നിൽക്കലാണ് നല്ലത്.
ഇത്തരം കാര്യങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, രോഗികൾ പ്രത്യേകിച്ച് അള്ളാഹുവിനെ പറ്റി അവർ നല്ല ധാരണയായിരിക്കണം ഉണ്ടാവേണ്ടത്. എനിക്ക് അള്ളാഹു പുറത്തു തരും, എന്നെ അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന ധാരണ എപ്പോഴും ഉണ്ടാവണം. ആരോഗ്യമുള്ള സമയത്ത് എന്താണ് ഭാവിക്കേണ്ടത്? എനിക്ക് അള്ളാഹു എല്ലാം പുറത്തു തരും എന്ന് മാത്രം ധരിക്കാതെ അവിടെ ഭയവും ആഗ്രഹവും രണ്ടും കൂടി ഉണ്ടാവണം, പേടി ഉണ്ടാവണം. ജീവിതകാലത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള കാലത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് പടച്ചോനെ തെറ്റ് ചെയ്താൽ അള്ളാഹുവിനെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം, അതോടുകൂടെ തൗബ ചെയ്താൽ പൊറുക്കും എന്ന പ്രതീക്ഷയും ഉണ്ടാവണം. രണ്ടും കൂടി ഒരേ മിക്സായിട്ടുണ്ടാവണം ആരോഗ്യമുള്ള സമയത്ത്. അതാണ്. പ്രതീക്ഷ മാത്രമായാൽ എപ്പോഴും എനിക്കുള്ള പുറത്തുനിന്നോളൂ എന്നിങ്ങനെ പ്രതീക്ഷയാൽ തെറ്റിങ്ങനെ ചെയ്താലും പ്രശ്നമാക്കൂല. പ്രതീക്ഷ മാത്രമാകരുത്, ഭയം നല്ലാക്കി വേണം. എന്നാൽ ഭയം മാത്രമായാലോ എനിക്ക് ഏതായാലും പുറത്തു തരൂല, ഞാൻ ഏതായാലും നരകത്തിലാ എന്ന് പറഞ്ഞു കാണി പിന്നെ തെറ്റിലേക്ക് അങ്ങനെ പോകും. അപ്പം ആരോഗ്യമുള്ളവനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭയം ഉണ്ടാവലോട് കൂടെ പ്രതീക്ഷയും ഉണ്ടാവണം. രണ്ടും കൂടി സെയിമായിട്ട് വരണം. കൂടുതൽ പ്രതീക്ഷയുള്ള ഘട്ടങ്ങളിൽ ഭയം കൂടി മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം. എങ്ങനെ? നരകത്തിൻ്റെ ഗൗരവവും തെറ്റ് ചെയ്താൽ നരകത്തിൽ കടക്കുമെന്ന വചനങ്ങളും ആയത്തുകളും ഹദീസുകളൊക്കെ ഓർത്തുകൊണ്ട് ഭയം ഇട്ട് കൊടുക്കണം. ഭയം മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഇനി ഞാൻ സ്വർഗത്തിലേക്ക് കടക്കൂല എന്ന് ചിന്തിക്കുന്ന ആൾക്ക് അയാൾക്ക് പ്രതീക്ഷകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് രണ്ടും സമമാക്കി നിർത്തണം. എന്നാൽ മരണത്തിൻ്റെ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി സുബ്ഹാനഹു വതആല. ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും മരിക്കരുത് അവൻ്റെ ഭാവന നന്നാക്കിയിട്ടല്ലാതെ, അള്ളാഹുവിനെ പറ്റിയുള്ളവൻ്റെ ഭാവന നന്നാക്കിയിട്ടല്ലാതെ. അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന ധാരണ മനസ്സിലുണ്ടാവണം. അങ്ങനെ മരിക്കാവൂ. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞു, എൻ്റെ അടിമ എന്നെപ്പറ്റി എന്താണോ ധരിക്കുന്നത്, ഭാവിക്കുന്നത്, ഞാൻ പുറത്തു തരും, ഞാൻ റഹ്മത്ത് ചെയ്യും എന്ന് എന്നെപ്പറ്റി എൻ്റെ അടിമ ധരിച്ചാൽ ഞാൻ അവനക്ക് റഹ്മത്ത് ചെയ്യും. അള്ളാഹുവിനൊക്കെ എങ്ങനെയായാലും നരകത്തിൽ തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മരിക്കരുത്. അള്ളാഹ് പുറത്തു തരും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം മരണസമയത്ത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയായാൽ അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം, എന്നെപ്പറ്റി എൻ്റെ അടിമ നല്ലതല്ല വിചാരിച്ചിട്ടുള്ളൂ, ഞാൻ പൊറുക്കുമെന്ന് വിചാരിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പുറത്തു കൊടുക്കാം. അവൻ എന്നെപ്പറ്റി റഹ്മത്തെയും സ്വർഗത്തിൽ കടക്കുന്നതിനെപ്പറ്റി വിചാരിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ കടത്താം, റഹ്മത്ത് ചെയ്യാമെന്ന് അള്ള കരുതും. അത് അള്ള പറഞ്ഞതാണ്, അബദി, എൻ്റെ അടിമ എന്നെപ്പറ്റി എന്താണോ ധരിക്കുന്നത് അപ്രകാരമാണ് ഞാൻ. പക്ഷേ ജീവിതകാലത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യ സമയത്ത് നല്ല ഭയവും വേണം, നല്ല പ്രതീക്ഷയും വേണം, രണ്ടും മിക്സായി വരണം. മരണസമയത്ത് കൂടുതൽ പ്രതീക്ഷയുടെ റഹ്മത്തിൽ പ്രതീക്ഷയുടെ ചിന്തകളാണ് നല്ലത്. അള്ളാഹു ആ പ്രതീക്ഷക്കൊത്ത് അവൻക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ് എന്ന് മാത്രമല്ല, അവൻ്റെ അരികിൽ നിൽക്കുന്ന ആളുകൾ അവനോട് പറയണം, അള്ളാഹുവിന് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തതല്ലേ, നിസ്കരിച്ചതല്ലേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതല്ലേ, നിങ്ങൾ നല്ലതൊക്കെ ചെയ്തില്ലേ, അദ്ദേഹം ചെയ്ത നന്മകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ റഹ്മത്തിൽ പ്രേരിപ്പിക്കണം. റഹ്മത്തിൻ്റെ ചിന്ത, പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കണം. ഭയം ചിലപ്പോൾ മികച്ചേക്കാം. അപ്പോൾ നമ്മൾ അവൻക്ക് റഹ്മത്തിൻ്റെ ചിന്തകൾ നൽകിക്കൊണ്ട് അവനെ ആശ്വസിപ്പിക്കണം. അതിന് നേരത്തെ ഞാൻ തെളിവ് പറഞ്ഞിരുന്നു. ഒരിക്കലും നിരാശനാകരുത്. നിരാശയുടെ ചിന്തയുണ്ടെങ്കിൽ റഹ്മത്തിൽ പ്രതീക്ഷിപ്പിക്കണം. അതുപോലെ മരിക്കാൻ കിടക്കുന്ന ആള് അവൻ്റെ വൃത്തിയൊക്കെ സൂക്ഷിക്കണം. ചീത്ത ആസനകളും ചീത്ത നജസ്സുകളൊന്നും ഉണ്ടാവരുത്. നഖമൊക്കെ വെട്ടിക്കൊടുക്കണം, മീശയൊക്കെ വെട്ടിക്കൊടുക്കണം. അതുപോലെ കക്ഷം നന്നാക്കി കൊടുക്കണം, മറ്റു രോമങ്ങളൊക്കെ നീക്കിക്കൊടുക്കണം. അതുപോലെ പല്ല് എപ്പോഴും തേക്കണം, വായുനാറ്റമുണ്ടാവരുത്.
കഴുകണം, കുളിപ്പിക്കണം, എപ്പോഴും വിയർപ്പ് നാറ്റമുണ്ടാവരുത്, ശുദ്ധിയാകണം, സുഗന്ധം ഭൂഷണം, ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കണം, നജസായ വസ്ത്രങ്ങളൊക്കെ ദിവസവും മാറ്റിക്കൊടുക്കണം. ഇങ്ങനെ വൃത്തിയിൽ കിടക്കണം. വൃത്തിയുള്ള സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ വരും. അതൊക്കെ ശുശ്രൂഷിക്കുന്നവരും വീട്ടുകാരും ചെയ്യേണ്ടതാണ്. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ നാം അങ്ങോട്ടും അപ്രകാരം ശുശ്രൂഷിക്കാൻ ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാം നമ്മുടെ രോഗികളോട് പെരുമാറണം. രോഗമായാൽ നാമും ഇത്തരം കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് നിങ്ങൾ ചെയ്യണം മക്കളെ എന്ന് നമ്മുടെ മക്കളോട് നാം വസിയ്യത്ത് ചെയ്ത് അവരെ അതിന് തയ്യാറാക്കണം. അങ്ങനെ നല്ല വൃത്തിയായി വുളൂ ചെയ്ത് നല്ല ശുദ്ധിയായി ചീത്ത വാസനകളൊക്കെ നീങ്ങപ്പെട്ട നിലക്ക് വൃത്തിയുള്ള വാസനയോടുകൂടിയുള്ള മരണമാണ് നമുക്കുണ്ടാവേണ്ടത്. അതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടതിന് ശേഷം ചെയ്യേണ്ട കർമ്മങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ്. എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.